അമ്മ അമ്മ എന്ത് ചെയ്യാ? നീ അന്ന് നമ്മൾ കോഴിക്കോടിനെ ഒരു പൈനാപ്പിൾ പൊട്ടിച്ചില്ലേ? അത് പഴുത്തു. അപ്പൊ അമ്മ കരുതി കുറച്ച് പച്ചടി ഉണ്ടാക്കാന്ന്. എനിക്ക് ഇഷ്ടാണോ പച്ചടിയോ? ഉണ്ണിക്ക് വലിയ ഇഷ്ടാ. സദ്യക്കൊക്കെ അവര് കുറച്ചൊരു മുന്നേ വിചാരിക്കും ഇവർക്ക് കുറച്ചും കൂടി തന്നിരുന്നെങ്കിൽ. അതുകൊണ്ട് തന്നെയാണ് അമ്മ കേട്ട് പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാന്ന്. അപ്പൊ കുറച്ചേ എടുത്തുള്ളൂ കേട്ടോ. കുറച്ച് പൈനാപ്പിള് ചെറുതാക്കി കട്ട് ചെയ്തു. നല്ല പഴുത്ത പൈനാപ്പിൾ ആണേ. അപ്പൊ അത് നമ്മുടെ മൺചട്ടിയിലേക്ക് ഇട്ടു. അതിലേക്ക് നമുക്ക് എന്തൊക്കെയാ വേണ്ടെന്നറിയോ? ഇല്ല. നമുക്ക് കുറച്ച് കല്ലുപ്പ് വേണം. കല്ലുപ്പാണേ ഇടണേ. കുറച്ച് കല്ലുപ്പ് ഇട്ടു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. അമ്മയുടെ മസാല കൂട്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനിതാ ഒരു വലിയ പച്ചമുളക്. പക്ഷെ ഇത് അധികം എരിവില്ല കേട്ടോ ഉണ്ണി, പേടിക്കണ്ട കേട്ടോ. ഈ പച്ചമുളകും കൂടി നമുക്കൊന്ന് ഇതിലേക്ക് ഇടാം. ഇത്രയും ഇട്ട് കഴിഞ്ഞാൽ ഒരു കപ്പ് വെള്ളം, അതായത് ഇതിനൊപ്പത്തിന് വെള്ളം വെക്കുക. ഒരു കപ്പ് വെള്ളം ഒഴിച്ചു. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണി അടുപ്പത്താണ്. അപ്പൊ ഇനി നമുക്ക് അടുപ്പത്തേക്ക് പോവാം. ശരി. അപ്പൊ നമ്മള് അത് അടുപ്പത്ത് വെച്ചു. ഗ്യാസ് ഫുൾ ഫ്ലെയിമിൽ ഓൺ ചെയ്ത് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി അത് റെഡി ആകുമ്പോഴേക്കും നമുക്ക് കുറച്ച് സാധനങ്ങൾ റെഡിയാക്കാണ്ട്, അരപ്പ് റെഡിയാക്കാണ്ട്. അരപ്പിലേക്ക് നമ്മുടെ ചെറിയ ജാറിലേക്ക് കുറച്ച് നാളികേരം, ഒരു അരമുറി നാളികേരം, മുക്കാൽ മുറി നാളികേരം കേട്ടോ. നാളികേരം ഇട്ടു. അതിലേക്ക് ഇതാ ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഇനി അതിലേക്ക് കുറച്ച് ചെറിയ ജീരകം. ഇതാ ഇത്ര എണ്ണ ഉണ്ട് കേട്ടോ. ഇതിനി നമുക്ക് ആദ്യം വെള്ളം ചേർക്കാണ്ട് വെച്ചെടുക്കാം. അപ്പൊ നമ്മുടെ പൈനാപ്പിൾ വെന്തോന്ന് തുറന്നു നോക്കാം. പൈനാപ്പിൾ ഒന്നും കൂടി വേവാനുണ്ട്. വേവാനുള്ള വെള്ളമൊക്കെ അതിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ അത് കുഴപ്പമില്ല. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ടു. ഇനി ഒന്നും കൂടി ഇളക്കിയിട്ട്, കറിവേപ്പില ഇട്ടപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഒന്നും കൂടി ഇളക്കി നമുക്ക് ഒന്നും കൂടി കുറച്ച് നേരം കൂടി വേവാൻ വേണ്ടി വെച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ആ നാളികേരവും ജീരകവും ഇഞ്ചിയും കൂടി കുറച്ച് വെള്ളം കൂട്ടി നന്നായി അരച്ചു കൊണ്ടുവന്നു കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കടുക് അതൊന്ന് ചതച്ചെടുക്കാണ്ട്, അതിന് നമ്മുടെ ചതയ്ക്കാനുള്ളത് എടുത്തു. കുറച്ച് കടുക്. ഇവിടെ കടുകിന്റെ ടേസ്റ്റ് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇത്ര ഇടുന്നത്. ചിലവർക്ക് അത്ര ഇഷ്ടമില്ല. അപ്പൊ അതിന് നോക്കിയിട്ട് ഇടുക കേട്ടോ. കടുകിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ.
അതാ നമ്മുടെ കടുകൊക്കെ ശരിക്കും ക്രഷ് ആയിട്ടുണ്ടേ. ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച് പൈനാപ്പിൾ വെന്തോ നോക്കാം. വെന്തതിന് ശേഷമാണ് ഇനി ബാക്കി കാര്യങ്ങൾ. ഇപ്പം നമ്മൾ തുറന്നു. ചെറുതായിട്ട് ഉടച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ വേവെല്ലാം പാകമായി. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അരച്ച് വെച്ചത് ഇട്ടു. ഒരിത്തിരി വെള്ളം അതിലേക്ക് ആവശ്യമുണ്ട്. അതിട്ടു. ഒന്ന് മിക്സ് ചെയ്തു. നമ്മുടെ ആ മിക്സി ഒന്ന് കഴുകിയെടുക്കാം. നല്ല സ്മെല്ല്, ആ ജീരകത്തിൻ്റെ ഒക്കെ ഒരു സ്മെല്ല്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ആ മിക്സി എടുത്തു, കഴുകിയെടുത്തു. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തു. നമുക്കിതിലേക്ക് ഒരു ഇത്തിരി ബ്രൗൺ ഷുഗറും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം മധുരത്തിലാണ് ഇവിടെ ഇഷ്ടം. അതുകൊണ്ട് കുറച്ച് ബ്രൗൺ ഷുഗറും കൂടി ആഡ് ചെയ്തു. എന്നിട്ട് ഒന്നും കൂടി നന്നായി ഒന്ന് ഇളക്കി, വേണമെങ്കിൽ കുറച്ചും കൂടിയൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അടച്ചൊന്നും കൂടി ഈ അരപ്പൊന്ന് വേവാൻ വേണ്ടി അടച്ച് വെക്കാം കേട്ടോ. നമുക്ക് എല്ലാം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇനി പൈനാപ്പിൾ വേവാൻ കുറച്ച് നേരമുണ്ട്. നമുക്ക് കുറച്ച് ചക്ക കഴിക്കാം. നമുക്ക് വിനോദേട്ടനുണ്ടല്ലോ, കുറച്ച് നല്ല പഴുത്ത ചക്ക കൊടുത്തയച്ചിരിക്കുന്നു. കഴിച്ചു നോക്കൂ. നല്ല മധുരമുള്ള വരിക്ക ചക്കയാട്ടോ. കൊള്ളാം. കുഞ്ഞിക്ക് ചക്ക ഇഷ്ടാണോ? അമ്മക്ക് വലിയ ഇഷ്ടാ. അമ്മ, എനിക്ക് ഓർമ്മ ഉണ്ടോ, കഴിഞ്ഞ വർഷമല്ലായിരുന്നോ ഈ ചക്കേന്റെയും മാങ്ങേന്റെ ഒക്കെ കാലത്ത് അമ്മന്റെ ട്രീറ്റ്മെന്റ് നടന്നേ, കീമോ നടന്നേ? ആ സമയത്ത് അമ്മയ്ക്ക് ഇഷ്ടമുള്ള സാധനമായിരുന്നു പഴുത്ത മാങ്ങയും പഴുത്ത ചക്കയും. എത്രയാ അന്ന് മാങ്ങ കഴിച്ചതല്ലേ ഉണ്ണി? അന്ന് ആകെ വായിക്ക് രുചി തോന്നിയൊരു സാധനം ആ പഴുത്ത മായും പഴുത്ത ചക്കയും. അത് പക്ഷെ എപ്പോഴൊന്നും കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. ആദ്യത്തെ ആ 4 കീമോ ഇല്ലേ കണ്ണാ, ഭയങ്കര വൊമിറ്റിംഗ് അല്ലായിരുന്നു. അത് മാത്രല്ല, വായയിലൊക്കെ പുണ്ണ് വന്നിട്ട് ഒന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. വേദനയായിരുന്നു. തുപ്പലം പോലും, നമുക്ക് സലൈവ പോലും ഇറക്കാൻ പറ്റില്ല, അത്രയും വേദനയായിരുന്നു. പിന്നീട് അടുത്ത 4 കീമോ ചെയ്തില്ലേ, അതിൽ അമ്മയ്ക്ക് വൊമിറ്റിംഗ് ഉണ്ടായില്ല, വായന്റെ പുണ്ണൊക്കെ മാറി. ആ സമയത്ത് അമ്മ മാങ്ങയും ചക്കയൊക്കെ നന്നായി കഴിച്ചു. അതൊരു കാലല്ലേ ഉണ്ണി? ഇപ്പൊ അതൊന്നും ഇല്ല, സമാധാനായിട്ട് കഴിക്കാം. എന്തായാലും കൊണ്ടുവന്ന് തന്നെ വിനോദേട്ടന് ഒരുപാട് നന്ദിയുണ്ട്. നല്ല രുചി. അപ്പൊ ചക്കൊക്കെ ഇഷ്ടായോ? ഇനി നമുക്ക് അത് വേവിന്റെ ഇടയില് അമ്മ ഒരു 3/4 കപ്പ് തൈര്, അത്യാവശ്യം പുളിയുള്ള തൈരാട്ടോ, 3/4 കപ്പ് തൈര് എടുത്തു. അതിലേക്ക് നമ്മുടെ ക്രഷ് ചെയ്ത് വെച്ച കടുക്. അമ്മയ്ക്കിത് വലിയ ഇഷ്ടമാണ് കാണാൻ. ആ വെള്ള തൈരിന് മേലെ ഈ മഞ്ഞ കളറില് കടുകിടുമ്പോ എന്ത് ഭംഗിയാ കാണാൻ. ഇഷ്ട. ഇത് നമുക്കിനി എന്തിനാണെന്നറിയോ, നമ്മുടെ പച്ചടിയില് ലാസ്റ്റ് ചേർക്കാനുള്ള സാധന. നമ്മൾ ഇതിലേക്ക് വെച്ചു മാത്രം കേട്ടോ. ഓക്കെ, രസമുണ്ടല്ലേ. ഇതിന് പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല.
പക്ഷെ ഇത് അടുപ്പത്തേക്ക് വെച്ചാണ്ടല്ലോ നമ്മുടെ പച്ചടിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്മെല്ലാ, നല്ല രുചിയാണ്. എനിക്ക് ഇഷ്ടമാണ് പച്ച കടുകിന്റെ ഒരു രുചി. എനിക്കും ഇഷ്ടാ. അപ്പൊ നമുക്ക് ഇനി അതായോ പോയി നോക്കാം. ശരി. അപ്പൊ നമ്മുടെ നാളികേരം എന്തോ നോക്കാം. അരപ്പ് എന്താ അത് തുറന്നപ്പോഴുള്ള സ്മെല്ലെന്നറിയോ? ആ ജീരകവും നാളികേരവും കറിവേപ്പിലയും എല്ലാം കൂടി. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് എടുത്തു വെച്ച തൈരിൽ ഞാനൊരു വലിയൊരു പച്ചമുളക് നടു ചീന്തി 4 മുറിച്ചു. കുറച്ച് കറിവേപ്പില ഇട്ടു. നമ്മുടെ കടുകും കൂടി ക്രഷ് ചെയ്ത് വെച്ച കടുകും കൂടി ഇട്ടിട്ടാണ് തൈര് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതും കൂടി ഇട്ടു ഇളക്കി. ഇനി ഇത് വേവാനില്ല, ഇനി ഇത് ഓഫാക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അത് പെട്ടെന്ന് തന്നെ ചൂടാവും, കാരണം ചെറിയ അടുപ്പാണ്, ചെറിയ കടായിയാണ്. അതിലേക്ക് കുറച്ച് കടുകൊന്ന് പൊട്ടട്ടെ കേട്ടോ. അപ്പം നമ്മുടെ കടുക് പൊട്ടി. തീ ഓഫാക്കുക, കറിവേപ്പില ഇടുക. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി. കാശ്മീരി മുളകാണേ, അതിൻ്റെ എരിവൊന്നും ഉണ്ടാവില്ല. ഇതെന്തിനാ വെച്ചാൽ കാണാനൊരു ഭംഗി, അത്രേ ഉള്ളൂ. നമ്മുടെ ഉണക്കമുളകിനെ മറന്നു, അത് അവിടെ നിന്ന് കരയാ, എന്നെ ഇട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. ശരി, അപ്പം അതിനെയും കൂടി നമുക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതാ ചൂടിൽ കിടന്നായിക്കോളും. ഒറ്റ മുളകേ ഇട്ടുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് നമ്മൾ വറവിട്ടല്ലോ, ആ വറവിട്ടത് നമ്മുടെ പച്ചടിയിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അതൊഴിച്ചു. ഇനി അതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്താ ഭംഗിയാ കളറ്. നമ്മൾ ആ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിയും താളിക്കുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ കറിക്കൊരു പ്രത്യേക കളറാണ്. ചട്ടിയിലല്ലേ, അപ്പോൾ ഈ താളിച്ച് കഴിഞ്ഞിട്ട് ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചാൽ ഒരു 10 മിനിറ്റ് അത് കഴിയുമ്പോൾ ചൂടോടെ നമുക്ക് ചോറുണ്ണാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പം ശരി, ഇത് അടച്ച് വെക്കട്ടെ കേട്ടോ. ഉണ്ണി നല്ല നവര അരിൻ്റെ ചോറാണുള്ളത്. ഉണ്ണി കുറച്ച് ചോറ്, വേറെ എല്ലാവരും കഴിക്കാറായിട്ടില്ല. ഉണ്ണി എന്നാ കൊതി വരുന്നു പറഞ്ഞിരിക്കുകയല്ലേ. എന്നാ ഒരിത്തിരി പൈനാപ്പിൾ പച്ചടിയും അമ്മ 2 ദിവസം മുന്നേ ഉണ്ടാക്കിയ മാങ്ങച്ചാറും ഉണ്ട്, അതും കൂടി ഒന്ന് കഴിച്ചു നോക്കൂ. പൈനാപ്പിൾ പച്ചടി, അതിൻ്റെ കൂടത്തേക്ക് അമ്മ ഉണ്ടാക്കിയ മാങ്ങച്ചാർ. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂട്ടോ ഉണ്ണി. ബാക്കി പിന്നെ വേണമെങ്കിൽ കഴിക്കാട്ടോ നമ്മൾക്ക്. കഴിച്ചോട്ടെ. നല്ല ചൂടുണ്ട്. നമുക്ക് തൽക്കാലത്തേക്ക് നവരരിന്റെ ചോറ് കഴിക്കുന്നതേ ഉണ്ണി എല്ലിനൊക്കെ നല്ലതാ. എല്ലിന് ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടി നവരരി കഴിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മ.
ആ ഇഷ്ടായോ? ആ എരിവൊന്നും കൂടുതലില്ലല്ലോ. ഇല്ല. എല്ലാം പാകത്തിനാണോ? ആ അച്ചാറ് കൂട്ടി വെക്കൂ. ഇതും ടേസ്റ്റ് ഉണ്ടമ്മ. ശരി, അപ്പോ നിങ്ങൾക്കും നമ്മുടെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സ് ആയിട്ട് അറിയിക്കണം. അപ്പോൾ ഇന്നത്തേക്ക് ടാറ്റാ. ടാറ്റാ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ. Bye. താങ്ക്സ് ഫോർ വാച്ചിങ്.